എന്തോ ഉണ്ടാക്കുന്നേ? ഇയാൾക്ക് എന്തോ ഉണ്ടാക്കാൻ അറിയാം? ഇങ്ങോട്ട് നോക്ക്. ആ പറ. പന്തോ? എന്തോ പന്ത് ഉണ്ടാക്കും? ഓലപ്പന്ത് പറഞ്ഞേ. ബോള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പുതിയ വീഡിയോ കണ്ടാലോ? ഇഷാൻകുട്ടൻ്റെ അംഗനവാടിയിൽ ഓല വെച്ചിട്ടുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമെന്ന് മെസ്സേജ് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓലയൊക്കെ പറിക്കാൻ തന്നെയല്ലേ പറയുന്നത്, ഓലയൊക്കെ പിച്ചാനായിട്ട് ഓലക്കാലൊക്കെ പിച്ചാനായിട്ട് നമ്മൾ അപ്പുറത്ത് മാമൻ്റെ വീട്ടിൽ പോയി. നമുക്ക് തെങ്ങില്ല ഗൈസ്, സോ അതുകൊണ്ട് നമ്മൾ മാമൻ്റെ അടുത്ത് പോയി ഓലക്കാലൊക്കെ പിച്ച് കിട്ടുമെന്നു. ഇഷാൻകുട്ടൻ അച്ചാമ്മയുടെ വെള്ളം ഒഴിക്കാനൊക്കെ സഹായിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഈ ഓലക്കാലെല്ലാം രണ്ടായിട്ട് ചീകി എടുക്കുവാണേ. സത്യത്തിൽ ഞാൻ ഇതൊക്കെ മറന്നുപോയി. പണ്ടാണെങ്കിൽ ഈ ഓലക്കാലൊക്കെ ചെയ്യാൻ വീട്ടിൽ സഹായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇതൊക്കെ അന്യം നിന്ന് പോകുന്നത് കൊണ്ടും ഈർക്കിൽ ചൂല് വരെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അവസ്ഥ ആയതുകൊണ്ടും ഇതൊക്കെ ഞാൻ സത്യത്തിൽ മറന്നുപോയി ഗൈസ്. നല്ല ഓലക്കാൽ പോലും കിട്ടാനില്ല. പകുതി ചീത്തയായത്, പകുതി നല്ലത്. അപ്പോൾ നല്ലതൊക്കെ നോക്കി ഞാൻ ചെത്തി എടുക്കുവാണേ. എന്നിട്ട് ഗൈസ്, എനിക്ക് ആകെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്നത് ഒരു ഓലപ്പാമ്പിനെ മാത്രമാണ്. അതുണ്ടാക്കിയിട്ട് അവസാനം ഇങ്ങനെ അഴിച്ചു വിടത്തില്ല നമ്മൾ. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് അഴിച്ചു വിടുമ്പോഴത്തേക്ക് ആ ഓലക്കാലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തുറന്ന് പോകുമായിരുന്നു. അത്ര പോലും എനിക്കറിയത്തില്ല ഗൈസ്. പണ്ടൊക്കെ അറിയാമായിരുന്നായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ ഇതൊന്നും ഓർമ്മയില്ലെന്നുള്ളതാണ് സത്യം. കാര്യം നിത്യാഭ്യാസം തൊഴിലെന്ന് പറയുന്ന പോലെ നമ്മളിതിപ്പോൾ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റിയൊന്നും ഓർമ്മയില്ല. പിള്ളേരൊക്കെ ഇപ്പോൾ അംഗനവാടി പോകുമ്പോൾ എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ അമ്മയോടൊപ്പം എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പണ്ട് ഞങ്ങൾക്ക് ചോറ് കെട്ടിത്തരുന്ന ഒരു ജോലി മാത്രമേ ഉള്ളായിരുന്നില്ലേ, ഇപ്പോൾ എന്തൊക്കെ പരിപാടിയാണ്. പിള്ളേരെ അംഗനവാടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയും ക്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. കളേഴ്സ് ഡേ, ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾസ് ഡേ, ഇതുപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയ. ഇപ്പോൾ ഇഷാൻകുട്ടൻ്റെ അംഗനവാടി പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഗൈസ്. എന്താ ആഹാര മാസമോ അങ്ങനെ എന്തോ ഒരു മാസമാണിപ്പം. അപ്പോൾ നമ്മൾ ഇത് ഏതെങ്കിലും ഒരാഴ്ച അവർ പറയും. ആ ആഴ്ച കുഞ്ഞിൻ്റെ അപ്പൂപ്പന്മാർ, ഗ്രാൻഡ് ഫാദേഴ്സ് ഫുഡ് ഉണ്ടാക്കണം. പോഷകസമൃദ്ധമായ എന്തെങ്കിലും, ആവിയിലൊക്കെ വേവിക്കുന്ന എന്തെങ്കിലും എണ്ണക്കടികൾ അങ്ങനെയുള്ള സാധനങ്ങളല്ല, ജങ്ക് ഫുഡ്സ് ഒന്നുമല്ല, അല്ലാത്ത എന്തെങ്കിലും കുട്ടികൾക്ക് പോഷക ഗുണമായ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടുള്ള അവർ പറയുന്ന ഏതെങ്കിലും ഒരാഴ്ച നമ്മളത് ചെയ്താൽ മാത്രം പോരാ, ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മ ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഉണ്ടാക്കി അത് പറഞ്ഞ് കൊണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ പറ്റത്തില്ല ഗൈസ്. നമ്മൾ വീഡിയോ എടുത്തവർക്ക് പ്രൂഫ് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മമാർ, അത് പിന്നെയും നമുക്ക് ഒപ്പിക്കാം, കാര്യം അവർക്കറിയാമല്ലോ. ഇവിടെ ആണെങ്കിൽ ഇഷാൻകുട്ടന് അപ്പൂപ്പനില്ല. പിന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഇരിക്കുന്ന ഗ്ലാസ് ഇരിക്കുന്നിടത്തു നിന്ന് എടുത്ത് കുടിക്കത്തില്ല. അമ്മ എടുത്ത് കൊടുക്കാൻ പറയുന്ന അച്ഛനോട് എങ്ങനെ ഞാൻ അച്ഛൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കും എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തൊക്കെ കാര്യങ്ങളാണോ ഇപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ. അച്ഛനും അമ്മയും ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടും വേണം പിള്ളേരെ സ്കൂളിൽ വിടാനിപ്പം. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു. രാവിലെ അപ്പുറത്തുനിന്ന് ആര്യ വന്നു. അവളാണ് സത്യത്തിൽ പിള്ളേർക്ക് ഈ വാച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ ആദിക്കുട്ടനാണേ, ഇത് ഞങ്ങളുടെ ഇഷാൻകുട്ടനും. രണ്ടുപേരും 1 വയസ്സിനും ഒരാഴ്ചയ്ക്കും വ്യത്യാസം. ഇഷാൻകുട്ടനേക്കാളും 1 വയസ്സിനും കൃത്യം ഒരാഴ്ചയ്ക്കും വ്യത്യാസമുള്ളതാണ് നമ്മുടെ ആദിക്കുട്ടൻ ഇളയതും ഇഷാൻകുട്ടൻ മൂത്തതും. ആദിക്കുട്ടൻ്റെ യഥാർത്ഥ പേര് ധ്രുവ് എന്നാണേ. ഞങ്ങൾ ആദിക്കുട്ടാന്ന് വിളിക്കും. ഇതാക്കണ്ടോ വാച്ചൊക്കെ കാണിക്കുക, ഗെയിമായിട്ട് രണ്ടുപേരും വാച്ചൊക്കെ കാണിക്കും. മാറ വിചാരം ഇതെന്തോ വലിയ വാച്ചൊക്കെയാണ്. കാലത്തും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവരിതാ വാച്ചൊക്കെ കെട്ടി ഗമയൊക്കെ കാണിച്ചോടെ നിൽക്കുന്നു. ഒരാൾ മാമി ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പറിച്ചുകൊണ്ടുവന്ന ഓലക്കാലൊക്കെയാണ് ഗൈസ്. ഇത് ഞാൻ ചീകി വൃത്തിയാക്കി വെച്ചു. ബാക്കി ആര്യ ഉണ്ടാക്കി തന്നു. എനിക്കിതൊന്നും അറിയത്തില്ല. ഇത് ആര്യയാണെങ്കിൽ എന്താ ഉണ്ടാക്കുന്നത്, ഓലപ്പാമ്പിനെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്നലെ ഓലപ്പാമ്പിനെ ഉണ്ടാക്കിയിട്ട് 1 ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എന്തായിരുന്നു പോയെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു ഗൈസ്. 1 ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1 ഫ്ലോപ്പ്. അവളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പെട്ടുപോയേനെ. അങ്ങനെ ഞങ്ങൾ അതിസാഹസികമായി ഒരു വാച്ചും ഒരു വാച്ചല്ല 3 വാച്ച് ഉണ്ടാക്കി. 1 ഇഷാൻകുട്ടനെ കൊണ്ടുപോകാനും 2 എണ്ണം ഓമർക്ക് കയ്യിലിടാനും പിന്നെ ഒരു ഓലപ്പാമ്പിനെയും ഉണ്ടാക്കി. കണ്ണാടി ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഗൈസ്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാച്ചിലും ഓലപ്പാമ്പിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് അംഗനവാടി ചെന്നപ്പോൾ ഇഷ്ടംപോലെ പ്ലാവില തൊപ്പി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ടില്ല, പിള്ളേർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് അതൊക്കെ എടുത്ത് അതൊക്കെ വെച്ചോ ഒക്കെ ഫോട്ടോ എടുത്തിടേണ്ട ദിവസമാണ്.
ഇപ്പോഴത്തെ പിള്ളേർക്ക് സ്കൂളിൽ ഓരോ ദിവസവും ഓരോരോ ഡേകൾ. നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഈ ഡേകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പഠിച്ചപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നായിപ്പോയി, സോറി, കമൻറ്റ് ചെയ്യണേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അംഗനവാടി പോകാനായിട്ട് ഇശാങ്കുട്ടൻ കുളിച്ച് റെഡിയായിട്ട് വന്ന് നിൽക്കുക. ഇന്നലെ ആരോ തൊപ്പി വെച്ച് വന്നുകൊണ്ട് അവൻ ഇന്ന് തൊപ്പി വെച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഇതായി ഇറങ്ങാൻ നിന്നപ്പോൾ ഭയങ്കര മഴക്കോളും മഴയൊക്കെ ആയി. പക്ഷെ അവൻ അംഗനവാടി പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കത്തില്ല, അവന് പോയേ പറ്റത്തുള്ളൂ. മോനെ മഴയാണെന്ന് പറഞ്ഞതിന് എന്നോട് ബഹളം വെച്ചുകൊണ്ട് ഓടി വന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ.